അസ്സലാമു വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും ബേബീസൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ കണ്ടൻറ്റ് എന്താ വെച്ചാൽ, നമ്മളെ പുതിയ അമ്മമാർക്കുള്ള ഇപ്പോൾ അമ്മമാരായിരിക്കുന്നവർ അല്ലെങ്കിൽ വരാൻ പോകുന്ന അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എനിക്കങ്ങനെ ഒരുപാട് ഇതുള്ളതുകൊണ്ടൊന്നുമല്ല, നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. 3 മാസം പോലെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, നമ്മൾ ബേബീസിനെയും കൊണ്ടിട്ട് NICയിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്തു നിന്നും നഴ്സുമാരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ അല്ലെങ്കിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് ബേബീസിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് പേരെന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു ബേബീസിന് ഏത് ഫോർമുലയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്, അതേപോലെ ഏറ്റവും നല്ല ഫോർമുല ഏതാണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബീസിന് ഇപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് എല്ലാ ദിവസവും ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ, പക്ഷേ നമുക്കത്ര എടുക്കാൻ പറ്റാറില്ല. അവരെപ്പോഴും ഉറക്കം കുറവാണ് പകൽ. രാത്രിയിലാണെങ്കിൽ നമുക്ക് വീഡിയോക്ക് ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ലാഗായി പോയത് കേട്ടോ. പിന്നെ നമ്മളെ ബേബീസിൻ്റെ വെയിറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഈ ഫോർമുല കൊടുത്താൽ വെയിറ്റ് കൂടുമോ അങ്ങനെയുള്ളൊരു ഡൗട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മളെ ബേബീസിന് കൊടുത്ത ഫോർമുല. നമ്മളെ ബേബീസിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മൂന്ന് പേരായിരുന്ന സമയത്ത് ബേബീസ് NICയിലായിരുന്നു. എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു 3 to 4 days ഒന്നും എനിക്കങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ബേബീസിന് ഡ്രിപ്പൊക്കെ ഇട്ടിട്ടിരിക്കുകയായിരുന്നു. അവർക്ക് അങ്ങനെ നമ്മൾ ഫോർമുല ഒന്നും ആ സമയത്ത് ഡോക്ടേഴ്സ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം വെയിറ്റ് ചെയ്തവർ ഡ്രിപ്പ് ഇട്ടിട്ട് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും തുള്ളിയാണോ അവർക്ക് കിട്ടുന്നത് അത് നമ്മൾ അവിടെ കൊണ്ടെത്തിച്ച് കൊടുക്കണം. നമുക്ക് ഡയറക്റ്റ് ഫീഡ് ഇല്ലായിരുന്നു, പാല് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുകൊടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുകൊടുക്കലായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും അവർക്ക് ഫോർമുല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ശരിയായി ആ ഒരു സിസേറിയൻ്റെ ആ ഒരു മരുന്നിൻ്റെ എഫെക്ഷനൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പാലൊക്കെ പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ 3 ബേബീസിനും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കേട്ടോ കൊടുത്തത്. പിന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബേബിനെ നമുക്ക് ആദ്യം തന്നു, പിന്നെ ഒരു ബേബിനെ തന്നു, പിന്നെ ഒരു ബേബിനെ തന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഫസ്റ്റ് ബേബിനെ തന്ന സമയത്ത് ബാക്കി 2 ബേബീസും നമുക്കിവിടെ NICയിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ NIC പോകുമ്പോൾ മറ്റേ നമ്മളെ കൂടെ റൂമിലുണ്ടായിരുന്ന ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ എനിക്ക് പറ്റാതെ വരും. ചിലപ്പോൾ സമയത്ത് ഞാൻ പാല് കളക്ട് ചെയ്ത് ഉമ്മനെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. പക്ഷേ എന്നാലും ഞാൻ വരാൻ നേരം വൈകിയിട്ടുണ്ടെങ്കിൽ ഈ ബേബി ഇവിടെ കിടന്നിട്ട് കരയൂലേ. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡോക്ടർ കൗൺസിലിങ്ങിന് വിളിച്ച സമയത്ത് ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫോർമുല സജസ്റ്റ് ചെയ്ത് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്ന പാല് സിമിലാക്ക് ആയിരുന്നു. ഫോർമുല സിമിലാക്ക്, ബേസിക് സിമിലാക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഡോക്ടർ അപ്പഴേ എന്നോട് പറഞ്ഞു, ബഷീറ തനിക്ക് അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം കൊടുത്താൽ മതി. നമ്മളെ ബേബിക്ക് ഏറ്റവും ബെറ്റർ മദേഴ്സ് മിൽക്ക് തന്നെയാണ്. അവർ ഗ്രോത്തിനും നമ്മളെ ബേബീസ് ഫ്രീ ടൈമും കൂടെ ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മളെ മദേഴ്സ് മിൽക്ക് തന്നെ ആണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കേട്ടോ. അങ്ങനെ അപ്പോൾ സിമിലാക്ക് എന്ന് പറഞ്ഞാൽ ഡോക്ടറോട് ഞാൻ ആ സമയത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് സിമിലാക്ക് നമ്മളെ മദേഴ്സ് മിൽക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു ഫോർമുലയാണ് സിമിലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് സിമിലാക്ക് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ കൂടുതൽ ഡോക്ടേഴ്സും നമ്മളോട് സജസ്റ്റ് ചെയ്യുക, നമ്മൾ ഡോക്ടറുടെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക നാൻപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമുല ആണ് കേട്ടോ. അത് അത്യാവശ്യം പ്രോട്ടീനും കണ്ടൻസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡോക്ടേഴ്സും അതാണ് കൂടുതലും നമ്മളോട് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. അപ്പം പക്ഷെ അത് അത്ര വലിയ കണ്ടൻറ്റ് വെച്ചാൽ കുറച്ച് പോയിന്റുകൾക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കുറച്ച് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ബ്രസ്റ്റ് മിൽക്കിനേക്കാളും കൂടുതലാണ് നാൻപ്രോയിലുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ്. നമുക്ക് കുറേ ഇങ്ങനെ ബേബീസിന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നവർക്കൊന്നും അത്ര അങ്ങോട്ട് നമുക്ക് പറ്റൂല കേട്ടോ. സാമ്പത്തികം വെച്ച് നോക്കുകയാണെങ്കിൽ പറ്റൂല, പക്ഷെ എന്നാലും കൊടുക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നാൻപ്രോയിൽ തീരെ ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്ത ഫോർമുലയാണ് നാൻപ്രോ. അപ്പോൾ നമ്മൾ ബേബീസ് കുടിക്കാൻ വേണ്ടിയിട്ട് ചില അമ്മമാർ എന്ത് ചെയ്യും, ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഇല്ലാണ്ടാവുകയാണ് അവിടെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല.
അപ്പോൾ ഞാൻ നമ്മളെ ബേബിക്ക് ഇതേപോലെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ബേബീസ് വെയിറ്റ് കൂടുതലോ എന്നുള്ള ആ ഒരു ധാരണയിൽ ഞാനും അതേപോലെ ഒരു തവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ബേബീസ് കുടിക്കുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ തീരെ ഷുഗർ ഇല്ല. അപ്പോൾ അതാണ് അവർ കുടിക്കാണ്ട് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ പ്രോ യൂസ് ചെയ്യാണ്ട് പിന്നെ സിമിലാക്ക് തന്നെ യൂസ് ചെയ്തു. സിമിലാക്കിനൊപ്പം മൂന്ന് നാല് ടൈപ്പ് ഉണ്ട്. ഒന്ന് ബേസിക് സിമിലാക്കാണ്, പിന്നെ അതേപോലെ അഡ്വാൻസ് സിമിലാക്ക് ഉണ്ട്, പിന്നെ പ്രോ സിമിലാക്ക് ഉണ്ട്, IQ എന്ന് പറഞ്ഞ അങ്ങനത്തെ കുറേ ഒരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ബേസിക് അത്ര കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനിങ്ങനെ കൂടുന്നതിനനുസരിച്ച് അഡ്വാൻസ് പ്രോ അതൊക്കെ ഏറ്റവും ഇങ്ങനെ കുറച്ച് കണ്ടൻറ്റുകൾക്ക് പ്രോട്ടീൻസിനൊക്കെ വ്യത്യാസം വരുന്നതാണ്. അതായത് നമ്മൾ ഈ ഫോർമുല കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ സജഷൻ ചോദിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ചില ബേബീസ് വെയിറ്റ് ഇല്ലാത്തവരുണ്ടാവും, അതേപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളുള്ള ബേബീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവർക്ക് മാച്ചായിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു സമയത്ത് ഡോക്ടറോട് സജഷൻ ചോദിക്കണം എന്ന് പറയണത് കേട്ടോ. അപ്പം പക്ഷെ ഞാൻ നോക്കിയിട്ടോ, നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ് അഡ്വാൻസ് കുറച്ചുകൂടെ ബെറ്ററാണ് ബേബീസിനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് ബേബിക്ക് ആൾ കുറച്ച് വെയിറ്റ് കുറവായിരുന്നല്ലോ. അപ്പോൾ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഫാർമസിസ്റ്റ് പറയുണ്ടായത് അത് കുറച്ചും കൂടി പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബേസിക് സിമിലേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് അതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടൻസൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തു ടൈം ആ ബോട്ടിൽ മേലെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ വ്യത്യാസം, ചില പോയിന്റുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടെ നമ്മളൊരു പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോർമുലേൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കുറച്ച് കുറവായി, ഉറക്കവും കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്കിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറവായപ്പം നമ്മൾ ഫോർമുല കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു 3 to 4 days ഒക്കെ ഒരു ബോട്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര കോസ്റ്റ്ലി ആയത് വാങ്ങിക്കാൻ പറ്റാണ്ടായി. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആ ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ബേസിക് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ബോട്ടിൽ ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ നോക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഞാൻ പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഒരു 7 month വരെ നമ്മളെ ബേബീസിന് ഞാൻ ഫോർമുല കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫോർമുല സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മൾ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഈ ഫോർമുല കൊടുത്തിരിക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർമുലയും കൂടെ കൊടുക്കുമ്പോൾ അവർക്ക് ഫുഡിനോടുള്ള ഒരു താല്പര്യം കുറയും. കാരണം വിശപ്പ് വല്ലാണ്ട് ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഫുഡിനുള്ള ഒരു സ്പേസ് ഇല്ലാണ്ടാവല്ലേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ പറഞ്ഞിട്ടോ, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സോളിഡ് ഫുഡും ബ്രസ്റ്റ് മിൽക്കും മാത്രം കൊടുത്താൽ മതി, ഫോർമുലേൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാനത് പതിയെ ഇങ്ങനെ സ്റ്റോപ്പാക്കിട്ടോ. ഇപ്പോഴും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്. ചിലരുടെ കേസിൽ ബ്രസ്റ്റ് മിൽക്ക് തീരെ ഇല്ലാത്തവരും ചില കുട്ടികൾ തന്നെ ചിലപ്പം ബ്രസ്റ്റ് മിൽക്ക് ഈ ഫോർമുല കൊടുക്കുമ്പോൾ നമ്മൾ തീരെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാതാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു കേസിലൊക്കെ നമുക്കൊരു 2 year വരെയൊക്കെ ഫോർമുല കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ ബേബീസ് കരയുണ്ടോ എന്നൊരു ഡൗട്ട് ഇട്ടോ. അപ്പോൾ അത് പോയി നോക്കിയതിന്. അപ്പോൾ നമ്മളിവിടെ നിർത്തി വെച്ചാൽ പിന്നെ ചില ബേബീസിന് ഈ ഫോർമുല കൊടുക്കുമ്പോൾ വോമിറ്റിങ് അല്ലെങ്കിൽ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ഫോർമുല നമ്മൾ മാറ്റിയിട്ട് വേറെ ഫോർമുല കൊടുത്തു നോക്കുക. അങ്ങനെ നമ്മൾ ഓരോ ബേബീസിൻ്റെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതൊക്കെ ഉണ്ടാവുക. നമ്മളെ ബേബീസിന് ഒരു സമയത്ത് ഞാൻ ലാക്ടോജൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഇടയ്ക്കിങ്ങനെ വോമിറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. സിമിലാക്കന്നെ കൊടുത്തപ്പോൾ അത് അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഓരോ ബേബീസിനും അവരുടെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഒരു ഡൗട്ടാണ്, നമ്മൾ എത്ര അളവിൽ കൊടുക്കണം, എത്ര ഹവേഴ്സ് ഇടവിട്ട് കൊടുക്കണം, ഒരു ദിവസം എത്ര ടൈം കൊടുക്കണം എന്നൊക്കെ. അതൊക്കെ ആ ഒരു ബോട്ടിൽമേൽ അല്ലെങ്കിൽ ആ ഒരു ബോക്സുമേൽ തന്നെ അത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ അവർ കഴിക്കണം, അവർ കുടിക്കണം എന്നൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യം ഈ ബ്രസ്റ്റ് മിൽക്ക് തീരെ ഇല്ലാത്ത ബേബീസിന് അങ്ങനെ ആ ഒരു അളവിൽ തന്നെ കൊടുക്കട്ടോ. പക്ഷെ നമ്മൾ ബ്രസ്റ്റ് മിൽക്കും ഫോർമുലയും കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു അളവ്
തന്നെ നോക്കിയിട്ട് കൊടുക്കണം എന്നില്ല. പക്ഷെ ആ നമ്മൾ ഉണ്ടാക്കുന്ന ഫോർമുല നമ്മൾ ഉണ്ടാക്കൂലേ ആ ഒരു അളവ് വാട്ടറും അതേപോലെ പൗഡറൊക്കെ ആ ഒരു സെയിം അളവ് തന്നെ എടുക്കണം. പക്ഷെ അതിൽ പറഞ്ഞ അതേ അളവിന് ഒരു ദിവസം അവർക്ക് കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. അത് നമ്മളെ ബേബീസിൻ്റെ ആവശ്യാനുസരണം മാത്രം നമ്മൾ കൊടുക്കുക. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയില്ലേന്ന് വെച്ചിട്ട് അത് ഫുള്ള് അവർക്കൊന്നും കൊടുക്കരുത് ഒരു സമയം തന്നെ. അത് അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും കേട്ടോ. പിന്നെ അതേപോലെ പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മളെ മദേഴ്സ് മിൽക്ക് തന്നെയാണ് നമ്മളെ ബേബീസിന് ഏറ്റവും ബെസ്റ്റ്. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നമ്മൾ ഫോർമുലേനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പാലില്ലാത്ത അവസ്ഥയിൽ മാത്രം. പിന്നെ ചില അമ്മമാർക്കെങ്കിലും ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഒരു നോൺ പ്രോ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ അഡ്വാൻസ് സിമിലാക്കാണ് കൊടുക്കുന്നത്, എൻ്റെ ബേബിക്ക് എനിക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ചെറിയൊരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊട്ടും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ എന്തെങ്കിലും കണ്ടൻറ്റിന് മാത്രം വ്യത്യാസം ആ ഒരു നോൺ പ്രോയിലായാലും അല്ലെങ്കിൽ അഡ്വാൻസ് സിമിലാക്കിലായാലും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻസ്ഡ് ആവാൻ പാടില്ല കേട്ടോ. ഞാനും ആ ഒരു സമയത്ത് ഒരുപാട് അങ്ങനെ ടെൻഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോസും പിന്നെ നമ്മളെ ഡോക്ടറെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അതിലൊന്നും വലിയ കാര്യമില്ല എന്നിട്ടോ പറയും. പിന്നെ അതൊക്കെ ഇപ്പോൾ നമ്മളെ എക്സ്പെൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ വെച്ചാൽ പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ എഴുതി വെച്ചിരിക്കണേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇനി പറയാൻ വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ബോട്ടിൽ സ്റ്റെറിലൈസേഷന് അത് മസ്റ്റാണ്. നമ്മൾ ഫോർമുല കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം, സ്പൂണ്, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് മാത്രം കൊടുക്കട്ടോ. നമ്മൾ ബേബീസിന് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ചെറിയ ബേബീസൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലവരുടെ വീട്ടിലൊക്കെ സ്റ്റെറിലൈസേഷൻ മെഷീനൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളടുത്ത് അതൊന്നും ഇല്ലേനു കേട്ടോ. ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ തന്നെ ആക്കിയിട്ടാണ് ഒരു 3 to 5 മിനിറ്റൊക്കെ വെച്ചിട്ട് അത് തിളപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ യൂസ് ആക്കേണ്ടത്. അപ്പോൾ അതേപോലെ അങ്ങനെ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഹൈജീനിക്കായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഗ്ലാസ് ബോട്ടിലാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഫോർമുല കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിനേക്കാളും ഏറ്റവും നല്ലത് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. അത് ഞാനൊരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്യും. അത് ആ ഒരു 2-3 മാസം വരേക്കും ഞാനത് യൂസ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ കേട് വന്നാലും ഇല്ലെങ്കിലും അത് പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ട് പിന്നെ പുതിയ ബോട്ടിൽ വാങ്ങിക്കും. അങ്ങനെ ഇരുന്നിട്ട് ചെയ്തത്. അതേപോലെ സ്റ്റെറിലൈസേഷന് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് വരെ, 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക. അത് വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ ബോട്ടിൽ കേടായി പോകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ചെയ്യുക. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ഫോർമുല എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഫോർമുല ഇല്ല. ഫോർമുല മിൽക്ക് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് വിടും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് കമൻറ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, ടാറ്റാ, ടേക്ക് കെയർ.